ബഹുമാനപ്പെട്ട വർഷൻ നമ്മുടെ ഇന്ന് സമരത്തെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് ഇത് തൊഴിലെഴുത്ത് ഉടയാറ്റിയ അവരുടെ ജില്ലാ പ്രസിഡന്റ് തകപ്പേട്ടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടകരപ്പടി മണ്ഡലം കമ്മിറ്റിയും കർഷകർക്ക് അവർ സംഭരിക്കുന്ന നെല്ലിനും മറ്റും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ന്യായമായിട്ടുള്ള വില മുതൽ ഇരട്ടക്കുളം വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥ പറ്റി ഒരു നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഖരവടിയാത്തരങ്ങൾക്ക് സ്വന്തക്കാരൻ കഴിഞ്ഞ 9.5 വർഷത്തോളം കാലമായി സമരോത്സവരായിട്ടുള്ള പ്രവർത്തകർ കാളവണ്ടി സമരവുമായി ഈ ഗ്രാമവീതിയിലൂടെ ഓക്കെ നിരന്തരമായി ഓരോ ദിവസവും ഓരോ റോഡും തകർന്നു പോയിരിക്കുന്നു. ഹൈവേ ആണെങ്കിൽ തന്നെ ഇവര് പറഞ്ഞ ഹൈവേ ഇന്നും വടക്കഞ്ചേരി ആ ഹൈവേ തകർന്നിട്ട് നേരാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്, ടോൾ പിരിക്കരുത്. എന്തെന്നറിയോ, ഈ റോഡിൽ വളരെ വളരെ ശോചനീയ അവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടോൾ പിരിക്കുക? അപ്പൊ ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി വരെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂയോർക്കിനെ പോലും അതിശയിപ്പിക്കുന്ന റോഡായിരുന്നു ഇവിടെ എന്നത്. അപ്പൊ നമുക്ക് ഒന്നേ അറിയാവുള്ളൂ, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഗവൺമെന്റിന്റെ സ്ഥിതി എനിക്കറിയാം. ഇതിനകത്ത് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ എന്നാണ് ഇതിന്റെ PWD മന്ത്രിയെ അന്ന് തൊട്ട് അഴിമതിയുടെ കൂമ്പാരമാണ്. കമ്മീഷൻ ശതമാനത്തിന്റെ കണക്ക് കൂടിയപ്പോ കോൺട്രാക്ടുമാർക്ക് തകരാൻ വെച്ചാൽ അതിന് മുതൽ മുടക്കുന്നത് അവർ സ്വാഭാവികമായിട്ടും കമ്മിയാക്കും. ആ കമ്മിയാക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ വർഷം 5 വർഷത്തിന് വേണ്ടിയിട്ട് കരാറ് കൊടുത്തിട്ടുള്ള ആ റോഡ് പോലും 1 വർഷം കഴിയുമ്പോൾ തകരം തരിപ്പടമാകണമെങ്കിൽ അതിന്റെ കമ്മീഷന്റെ കമ്മീഷന്റെ തോത് കൂട്ടിയത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാം. അല്ലാതെ ഇന്നകത്ത് മരുമകനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ദൂർത്തും അദ്ദേഹത്തിന്റെ അഴിമതിയത്തിന്റെ പ്രതിഫലമാണ് ഈ റോഡിന് തകർച്ച. ആ തകർന്നുമ്പോ അതിന് പരിഹാരം കാണാൻ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും 4 പൊടി കൊണ്ടുവന്ന് മോട്ടി അടിച്ച് മുന്നോട്ട് പോകും, അത് പിറ്റേ ദിവസം വീണ്ടും വരും. അപ്പൊ ഇതിനകത്ത് സാക്ഷ്യത പരിഹാരം കാണണം. ഒരു UDFന്റെ ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ ഒരു 10-12 വർഷം മുമ്പ് ഈ റോഡൊന്ന് പണിതതാണ്. അത് സ്വാഭാവികമായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് 6-7 വർഷം കഴിഞ്ഞപ്പോ അത് പൊട്ടിപ്പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക്. കഴിഞ്ഞൊരു 5 വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഇതുപോലെ ദയനീയ അവസ്ഥയിൽ കിടക്കുക. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു റോഡാണ്. രാവിലെ ഇവിടെ ഒരു പ്ലക്കാർഡ് കണ്ടു, മരണക്കുഴി മന്ത്രി. അത് തന്നെയാണ്, മരണക്കുഴി ഉണ്ടാക്കുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ്. ഈ റോഡ് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി, നിരവധി ആളുകൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ച ഒരു റോഡാണ്. ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവാത്ത ദിവസങ്ങളില്ല. ഇന്ന് അരമണിക്കൂർ മുമ്പ് വരെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ആക്സിഡന്റാണ്. ഇത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന റോഡാണ്. ഇത്രയും സുപ്രധാനമായ റോഡ് ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങളായി കിടന്നിട്ടും ഈ നിയോജക മണ്ഡലത്തിന് ഒരു മന്ത്രി ഉണ്ടായിട്ടും ഇവിടെ ഇതിനൊരു പരിഹാരം കാണാത്തതിന് ഒരു പ്രതീകാത്മക സമരമാണ്. നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് കാണിക്കുന്ന അത് ഈ സർക്കാർ, നേരത്തെ തങ്കപ്പെട്ട സൂചിപ്പിച്ചു, ഈ സർക്കാർ കേരളം തന്നെ കാളവണ്ടി യുഗത്തിൽ, അത് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ പഴയ കാലത്തിലേക്ക് ഒരു 25-30 വർഷത്തേക്ക് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ